മഴയത്ത് ചെറിയൊരു വീഡിയോ പിടുത്തം. ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ് ഗായ്സ്. പെരുമഴയാണ്. അപ്പോൾ തോട്ടിലോട്ടൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ അയൽപക്കം. അങ്ങനെ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഇടവഴി. ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നടന്നിട്ടും തീരുന്നില്ല. പെരുമഴയായിരുന്നു കേട്ടോ. വെള്ളപ്പൊക്കം പറഞ്ഞ രീതിയിലുള്ള മഴ. ഇങ്ങനെ നടന്ന് പൊക്കോണ്ടേയിരിക്കുകയാണ്. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മളെ നാട്ടിലെ വളരെ പ്രമുഖനും പ്രശസ്തനുമായ വ്യക്തിയുടെ വീടാണ്. എല്ലാ പരിപാടിക്കും മുൻനിരയിൽ കാണും. ഒരു മുൻനിര പോരാളി എന്നൊക്കെ പറയാം. ഇനി ആ പുള്ളിയെയും വിളിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത തോട്ടിലോട്ട് പോണത്. അങ്ങനെ പുള്ളിയെയും വിളിച്ചുകൊണ്ട് നമ്മളങ്ങനെ പോണ്. ചൂണ്ടയൊക്കെ 2-3 ചൂണ്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അവൻ ഇന്നലെ മെനങ്ങാന്ന് എന്തോ തോട്ടിൽ 2-3 ചൂണ്ടയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നും പറഞ്ഞാണ് വിളിച്ചോണ്ട് പോണത്. കയ്യിൽ 2 ചൂണ്ട എന്തോ ഇരിപ്പുണ്ട്. അങ്ങനെ നടന്ന് എൻഡിലെത്തി. ഇനി ഒരു വീടുണ്ട്. ഇത് നമ്മളെ നാട്ടിലെ ഒരു പട്ടാളക്കാരൻ്റെ വീടാണ് ഈ വീട്. പിന്നെ ഇത് നമ്മുടെ നാടിൻ്റെ രക്ഷക ദേവീക്ഷേത്രമാണ്. പിന്നെ ഇവിടെ അടുത്ത് പിന്നെ വേറൊരു ക്ഷേത്രമുണ്ട്. ദാണ്ട ഇത് ഒരു ക്ഷേത്രമാണ്. ഇതൊരു ഫാമിലിയുടെ കുടുംബക്ഷേത്രമാണ്. ഇപ്പോൾ കാണിച്ചത് അതാ ചെറിയൊരു അമ്പലമാണ്. ഇതും ചെറിയൊരു അമ്പലമാണ്. 2 അമ്പലം അടുത്തടുത്തുണ്ട്. പിന്നെ ഇതും കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ ഇതും വളരെ ഒരു പ്രമുഖൻ്റെ വീടാണ്. നമ്മളെ നാട്ടിലെ ഏറ്റവും വളരെ നല്ലവനായ ഉണ്ണിയായിട്ടുള്ളൊരു പയ്യുണ്ട്. ആ പയ്യൻ്റെ വീടാണ്. പയ്യന്ന് ഡ്യൂട്ടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആ വീടും കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മളെ പണയിലോട്ടെത്തി. ഇതാണ് നമ്മളെ തോട്. അത് ചെറിയ തോടാണ്. ഇനി മെയിൻ തോട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോണത്. നല്ല മഴയ. അങ്ങനെ പിന്നെയും നടത്താം. ഇനി കുറേ ഉണ്ട് നടക്കാൻ. നടന്ന് ഒരു വഴിയായിരുന്നു. മീനൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ചുമ്മാ ഒരു വൈബ് കൊള്ളാൻ വേണ്ടി പോയത്. പനിയും ജലദോഷമൊന്നും വരാതിരുന്നാൽ കൊള്ളാം. ഇത് നമ്മളെ പഴയ ഗ്രൗണ്ടാണ്. നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഈ വീട്ടിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയേ ഈ സൈഡിൽ കുറേ നെറ്റും വലയൊക്കെ വലിച്ച് കെട്ടി അപ്പുറത്ത് പന്ത് പോകാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന ഈ റോഡിലാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഇവിടെയൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടന്നാണ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട്. ഇപ്പം അവിടെ ഒരു അനക്കവും നടത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് കാട് കയറി പണ്ടാരടങ്ങി കിടക്കുകയാണ് ആ സ്ഥലമൊക്കെ. അങ്ങനെ പിന്നെ നടന്നുകൊണ്ട് അങ്ങാണ് തോടുള്ളത്. ആ തോട്ടിലോട്ടാണ് പോണത്. നടന്നൊരു വഴിയായി. പോണ് പിന്നെ നടന്ന് പോവുകയാണ്. ഇനി എപ്പോൾ തീരുമോ എന്തോ. പിന്നെ നടന്ന് ഇവിടെയൊക്കെ ഒരുപാട് മാറി. ഞാൻ അപ്പോൾ വന്നിട്ട് തന്നെ കുറേ കാലമായി ഇങ്ങോട്ടൊക്കെ. മൊത്തവും കാടും കയറി. ഇതിൻ്റെ കൂടെ നടക്കാൻ തന്നെ ഒരുമാതിരിയാണ്. പാമ്പൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഇടയ്ക്ക് 1-2 കണ്ട്. പക്ഷേ അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മളങ്ങോട്ട് അതുകൊണ്ട് അതാണ് നമ്മളെ അവിടുത്തെ വയൽ, ഈ നാട്ടിലെ വയൽ. അതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വയലാണ്. ഇവിടെ ഇപ്പോൾ അവർ മറ്റേ നെല്ല് വിതയ്ക്കണ പരിപാടിയാണ്. മറ്റേ ഈ ഞാറൊക്കെ നടൂല, ആ ഒരു സെറ്റപ്പ് എന്തോ ആണെന്ന് തോന്നണം. മൊത്തം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. 2 അപ്പന്മാർ അക്കരെ നിന്ന് മറ്റേ ഈ നെല്ല് വാരി എറിയണുണ്ട്. മറ്റേ ഈ തോടൊക്കെ ഇളക്കാത്ത നെല്ലുണ്ടല്ലേ, അത് വാരി ഇങ്ങനെ എറിഞ്ഞ് വരണുണ്ട്. അതവരങ്ങ് അക്കരെയാണ് നിൽക്കണം. ഞാൻ അങ്ങ് അക്കരെ പോയായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ അപ്പുറത്തോട്ടും കൂടെ പോവാം നമുക്ക്. അതുകൊണ്ട് അപ്പുറത്തും കുറേ സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയും വെറുതെ മഴ പെയ്യുമ്പോൾ വീട്ടിൽ കയറി ഇരിക്കാതെ ഇതിനൊക്കെ പുറത്തോട്ടൊക്കെ പോകണം. അപ്പോൾ ഇത്തിരി ഒരു വൈബൊക്കെ കിട്ടാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ വീട്ടിൻ്റെ അകത്ത് കുത്തിയിരിക്കാതെ നമ്മളെ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങിയാൽ തന്നെ നല്ല രസമാണ്. ഇതൊരു രസമായിരുന്നു, വൈബായിരുന്നു. ഇതാരുടെയോ വിള. വഴിയിൽ 3-4 വാഴയൊക്കെ മറിഞ്ഞ് കിടന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ
വാർഡ് മെമ്പർ നല്ലതായതുകൊണ്ട് റോഡൊക്കെ എല്ലാം കിടലുമാണ്. ഇനി അപ്പുറം ഒരു കൈത്തോട്ടുണ്ട്. ഈ കൈത്തോട്ടിലും അവൻ ചൂണ്ട വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചൂണ്ട എടുക്കാനാണ് ഈ കൈത്തോട്ടിൽ കൂടെ പോണത്. ഞാൻ പോയി 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 ഇതിൻ്റെ അറ്റത്തൊരു സൈഡിൽ എന്തോന്ന് ഇട്ടിരിക്കുന്നു. ഇപ്പൊ തോട്ടി പോയന നല്ല ആഴമുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ സേവനമാണ്, അതായത് തോട് വൃത്തിയാക്കണം. ജനസേവനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് പുള്ളിക്കാർ അത് വൃത്തിയാക്കുന്നത്. നമ്മൾ വൃത്തിയാക്കാനൊന്നും പോയില്ല, പുള്ളി എല്ലാം വലിച്ചടക്കണത് നോക്കിക്കൊണ്ടിരുന്നു. എന്തൊരു വലിയ മനസ്സെന്ന് കണ്ടോ നിങ്ങൾ. ഇനിയിപ്പോൾ നല്ല സ്പീഡിന് വെള്ളം ഒഴുകി പോകാനൊക്കെ പറ്റും. ഇത്രയും നല്ല സഹായം ചെയ്യുന്ന ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പേർക്ക് സഹായം ആവശ്യത്തിൽ കൂടുതൽ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യൻ ആ നാട്ടിൽ കാണാനേ വളരെ പാടാണ്. വളരെ റെയർ പീസാണ് ഗായ്സ് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. ഇവിടെയും വേറെ ചൂണ്ട വെച്ചിട്ടുണ്ട്. ആ ചൂണ്ട തപ്പാനാണ് അണ്ണൻ പോണത്. തപ്പി തപ്പി ഒരു വരുവായി. ഒരു മുതുക്ക് മാക്രി ഇപ്പൊ ചാടിപ്പോയി. ചൊറിയനാണ്. ഘോര ഘോര കാട്, അതിമനോഹര കാട്. ഇവിടെയൊക്കെ പണ്ടൊരു കുളം ഉണ്ടായിരുന്നു.